ഹലോ, ഇപ്പം ഞാനിന്ന് വൈകിട്ട് മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പിടിച്ച മാമ്പഴം, പപ്പായ, ചക്ക. അപ്പോൾ ഇത് മൂന്നും കൂടി എടുത്താണ് ഞാൻ ഈ ജാം ഉണ്ടാക്കിയത്. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിപ്പണി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ആ കൃഷി ചെയ്യുന്ന സ്ഥലമേ. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് കുട്ടികളായിട്ട് ഈ കൊടും മഴയത്ത് പോകാനൊക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി. കൃഷിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മഴ തീർന്നിട്ട് ഒന്നേയും തുടങ്ങണം. വച്ച തൈ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പുരയിടം എല്ലാം കാടായി. പിന്നെ നമുക്ക് ഇപ്പം ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഹലോ, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നാടൻ ഫ്രൂട്ട്സ് കിട്ടി. മാങ്ങ, പിന്നെ കുറച്ച് ചക്ക, പിന്നെ ഒരു കഷ്ണം പപ്പായ. ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരെ വീട്ടിൽ പിടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊരു ജാം ഉണ്ടാക്കിയാലോ കൂട്ടാ. ഇവിടെ എടുത്തിരിക്കുന്ന മാമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറിഞ്ചി മാങ്ങ എന്ന് പറയുന്ന മാങ്ങ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര നാര. അപ്പോൾ ഈ നാര് കാരണം നമുക്ക് അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും ഞാനത് അരിഞ്ഞിട്ട് അതിൽ ഉറിഞ്ചി അതിൻ്റെ നീരല്ലേ കുടിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ഫ്രൂട്ട്സും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ജാം ഉണ്ടാക്കുമ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ നേരെ തിരിച്ച് ഇതെല്ലാം നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ചെയ്തത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഞെവിടാം. മിക്സിയിലിട്ട് അടിക്കുന്നതിനെ കാട്ടി നല്ലത് നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് ജാം ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ പാനൊന്ന് ചൂടാകുമ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചൂടാവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് കിട്ടണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊന്ന് തിളയ്ക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് തീ ഒന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇത് ഒന്നും കൂടെ ആവിയിൽ കിടന്നങ്ങ് വെന്ത് കിട്ടും. നമുക്ക് തുറക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ആവിയിൽ അതങ്ങ് നല്ലങ്ങ് വാടി. ഇനി അതങ്ങ് വെന്തുടയണം. ഇനി ഇതിനോട് നമുക്ക് ഇതിനകത്ത് മധുരമുണ്ട്. കാരണം ഈ പഴങ്ങളെല്ലാം തന്നെ നല്ല മധുരമുള്ള പഴങ്ങളാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഒരു അര ഗ്ലാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് തീ കുറച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ജാം പരുവായിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഇതുപോലെ ഇളവി വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. കളറൊക്കെ മാറി എല്ലാം നല്ല കലർന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പരുവത്തിൽ നമുക്ക് പാത്രത്തിലോട്ട് ആക്കി വെച്ചേ. അമ്മണ്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നാടൻ ഫ്രൂട്ട്സ് കിട്ടിയോണ്ടെന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ടേസ്റ്റും ഉണ്ട്. ഈ ചക്കയുടെയും മാമ്പഴത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പം വീട്ടിൽ മാങ്ങയും ചക്കയൊക്കെ ഉള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അടുത്ത വീഡിയോ കാണുന്നവരെ